ഹായ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ പുതിയ സ്റ്റുഡിയോ സെറ്റപ്പിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ യൂട്യൂബിൻ്റെ പൈസ കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഞങ്ങളുടെ പുതിയ യൂട്യൂബ് സ്റ്റുഡിയോ ഒന്നുമല്ല ഇത്. ഞങ്ങളുടെ കൂട്ടുകാരൻ ജോയലിൻ്റെ വീടാണ്. നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. അടിയൻ അവിടെ വീട്ടുകാരുടെ കൂട്ടത്തിലിരുന്ന് കുരിശ് വരയ്ക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇലക്ട്രിക് കാർസ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കാണ്. കാരണം മോസ്റ്റ് ഓഫ് ആൾക്കാർക്കും വലിയ താല്പര്യത്തൊരു സാധനമാണ് ഇലക്ട്രിക് കാർ. പക്ഷേ ഈ പൊട്ടലയിൽ ആ സാധനം ഇരിപ്പുണ്ട്. 75,000 കിലോമീറ്റർ ഓടിച്ച് ആ സാധനം കയ്യിലിരിപ്പുണ്ട്. പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇലക്ട്രിക് കാർ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിൻ്റെ ഒച്ചയും ബഹളമില്ല, കംഫർട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ മെയിൻ്റനൻസ് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് പേഴ്സണലി ഐ ലൈക്ക് കാർസ് വെരി മച്ച്. അതിൻ്റെ ഇലക്ട്രിക് കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ, അത് മാനുവൽ വേണോ ഓട്ടോമാറ്റിക് വേണോ? ഓട്ടോമാറ്റിക്. എനിക്ക് എന്തായാലും ഇലക്ട്രിക് കാറുകൾ എടുക്കാൻ അങ്ങനെ വലിയ താല്പര്യമില്ല. മാത്രമല്ല എനിക്ക് ഇലക്ട്രിക് കാറുകൾ അത്ര വലിയ ഇഷ്ടവുമില്ല. പക്ഷേ വലിയ നല്ലതാണ്. എന്താണ് ബോബിൻ്റെ ഒരു അഭിപ്രായം? സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിനാരിയോയ്ക്ക് ഇത് സ്യൂട്ടബിൾ ആണ്. ഇപ്പൊ നമ്മള് ജോയിന്റെ അടുത്തേക്ക് ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഇവിടെ വരെ 15 കിലോമീറ്റർ ഉണ്ട് വന്നു. പെട്രോൾ അടിച്ചു വല്ല വരാനാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ പോലും ഞങ്ങൾ ചിന്തിക്കില്ല. ഇത് വലിയ ചെലവില്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ടുള്ള നോക്കും ഇങ്ങോട്ടുള്ള നോക്കും ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വീട്ടിലാകെ ഒരു വണ്ടി ഉള്ളത് ഇതാണ്. പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് ഒരു ഇഷ്യൂ ഇടയ്ക്ക് വരാറുണ്ട്. എവിടെയെങ്കിലും ലോങ് പോകണം, ഇപ്പൊ അത്യാവശ്യമായിട്ട് ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വരുവാണെങ്കിൽ വണ്ടി നമ്മൾ ചാർജ് ചെയ്യാൻ മറന്നുപോയി എന്ന് വെക്കുക. എസ്പെഷ്യലി വീട്ടിലിരിക്കുന്നത് വണ്ടി എന്ന് പറഞ്ഞാൽ നെക്സോൺ EV ആണ്. ഒരു 180 to 210 കിലോമീറ്റർ ഒക്കെയാണ് റേഞ്ച്. മാക്സിമം ആട്ടോ 210 എന്നൊക്കെ പറയുന്നത്. അതിന് മുന്നേ തന്നെ ചിലപ്പോൾ വണ്ടി സ്ലോ ആവാനൊക്കെ തുടങ്ങും. നല്ല രീതിയിൽ ചാർജ് ഇറങ്ങി പോയി കഴിഞ്ഞു. ഒറ്റ ചാർജിൽ 200 കിലോമീറ്റർ ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ, ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കളി കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു രണ്ടാമത്തെ വണ്ടി വീട്ടിൽ ഉപയോഗിക്കാനായിട്ടാണ് നിലവിലത്തെ ഒരു കേസിൽ ഇത് എടുക്കാവും. അല്ലെങ്കിൽ ഇപ്പം ഒരു 350-400 കിലോമീറ്റർ ഒക്കെ ഇത് ഓടുമെങ്കിൽ വിഷയമില്ല. അത് ശരിയാണ്. നമ്മളിപ്പം അന്ന് തൃശ്ശൂർ പോയിട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ കറക്റ്റ് 2% തിരിച്ച് വീട്ടിലെത്തി. നമ്മൾ അതുപോലെ തന്നെ നോക്കി ഓടിച്ച് ഒരു 40-45 ഇടയ്ക്ക് സ്പീഡും മെയിൻറ്റെയിൻ ചെയ്ത് നോക്കി ഓടിച്ചുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് നമ്മുടെ തൊടുപുഴയിൽ നിന്ന് തൃശ്ശൂർ പോയിട്ട് തിരിച്ചു വരാനായിട്ട് പറ്റിയത്. തന്നെ നമ്മൾ പേടിച്ചോടിച്ചാണ് വന്നത്. വീട്ടിൽ എത്തുമോ എന്ന്. അപ്പം അങ്ങനെ ഒരു റിസ്ക് ഫാക്ടറും കൂടെ അതിനകത്ത് കിടപ്പുണ്ട്. കാരണം നമ്മളവിടെ തിരിച്ചു വന്ന വഴിക്ക് നമ്മൾ ചാർജിങ് സ്റ്റേഷനൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ചാർജിങ് സ്റ്റേഷൻ കുറവായിരുന്നു. അവിടെ ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. കാരണം നമ്മളവിടെ തൃശ്ശൂർ സ്പെൻഡ് ചെയ്ത സമയത്തൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വണ്ടി കുത്തിയിട്ട ശേഷം ഇതൊക്കെ ചെയ്യാമായിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങൾ കൂടെ അതിനകത്തുണ്ട്. ഇപ്പം എത്ര കിലോമീറ്റർ ഓടിക്കും? 75,000. 1 കിലോമീറ്ററിന് എത്ര വെച്ച് ചിലവ് വരുന്നുണ്ടായിരിക്കും? അതിപ്പം എന്താ നമ്മള് മാക്സിമം കണക്കാക്കുന്നത് ഒരു 4 രൂപ എന്നാണ് മാക്സിമം. 4 രൂപ. പക്ഷെ അത് കൃത്യമായിട്ട് നമ്മള് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു എസ്റ്റിമേഷൻ ആണ് 4 രൂപയാവുള്ളൂ. അങ്ങനെ റണ്ണിങ് കോസ്റ്റ് മാത്രം നമ്മൾ നോക്കുവാണെങ്കിൽ ശരിയാണ്, അതാണ് ലാഭം. പക്ഷെ നമ്മളിപ്പോ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു പെട്രോൾ നെക്സോൺ ഒരു നല്ല വേരിയന്റ് എടുക്കുന്നതിന് ചിലപ്പോൾ ഒരു 12 ലക്ഷം രൂപയാവുകയും ഈ നമ്മുടെ വണ്ടിക്ക് ഓൺ റോഡ് 17 സംതിങ്. അപ്പൊ 12 ഒരു 5 ലക്ഷം രൂപ കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ വണ്ടി മേടിച്ചത്. വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം, 12 ലക്ഷം രൂപയ്ക്ക് ആ വണ്ടി എടുത്തിട്ട് 5 ലക്ഷം രൂപയ്ക്ക് പെട്രോൾ അടിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലാഭമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലവർക്ക് അതായിരിക്കും സ്യൂട്ടബിൾ ആവുന്ന, ഫീസിബിൾ ആവുന്ന സംഭവം. പക്ഷെ നമ്മളിപ്പോ നിലവിൽ വീട്ടില് സോളാറുണ്ട്, അതിൽ നിന്ന് ഇത് ചാർജ് ആയി പൊക്കോളും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മൊത്തത്തില് ഇതാണ് സ്യൂട്ടബിൾ. വലിയ ഓട്ടങ്ങളില്ല. നമുക്ക് മിക്കവാറും പോകേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ എറണാകുളം 60 കിലോമീറ്റർ അത് ഈസി ആയിട്ട് പോയിട്ട് വരും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്, നമ്മുടെ ഈ പരിപാടികളൊക്കെ നടക്കണമെങ്കിൽ ഈ വണ്ടി ഉണ്ടെങ്കിലാണ് നടക്കുള്ളൂ. കൂട്ടുകാർ വരുമ്പോൾ ഒന്ന് വെളിയിൽ പോകണമെങ്കിൽ എപ്പോഴും പെട്രോൾ അടിച്ച് പോകണമെന്നും പറ്റുന്നൊരു സംഭവമല്ല. പക്ഷെ വീട്ടിൽ ഇലക്ട്രിക് കാർ ഉണ്ടെങ്കിൽ അവർക്ക് തന്നുവിടാനും ബുദ്ധിമുട്ടില്ല, നമുക്ക് എടുത്തോണ്ട് പോകാനും ബുദ്ധിമുട്ടില്ല. ഈ മേടിക്കുമ്പോൾ മാത്രത്തിന് ആ ഒരു ബുദ്ധിമുട്ടങ്ങ് നോക്കിയാൽ മതി. അതവിടെ ഇല്ലല്ലോ. അതെ. പക്ഷെ ഏറ്റവും നല്ലൊരു സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ ഹൈബ്രിഡ് കാറുകളാണ്. ഹൈബ്രിഡ് ഭയങ്കര സെറ്റപ്പാണ്. കാരണം നിലവിൽ
നേരത്തെ ഇന്നോവയുടെ മൈലേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10-12 മാക്സിമം 12 കിലോമീറ്റർ ആണ്. പുതിയ ഹൈറൈഡറിന്റെ ഹൈക്രോസ് അല്ലേ, ഹൈക്രോസിന്റെ മൈലേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 26 കിലോമീറ്റർ. അതെനിക്കറിയത്തില്ലേ? 26 കിട്ടത്തൊന്നുമില്ല. 26 to 28 അത് ക്ലെയിം ചെയ്ത മൈലേജ്. ആൾക്കാർ ടെസ്റ്റ് ചെയ്ത് എന്നെ അടിച്ചാൽ 20+ ഉണ്ട്. ഇന്നോവയുടെ വണ്ടിക്ക്, ഇന്നോവ എന്ന് പറയുന്ന വണ്ടിക്ക് പോട്ടെ 15 കൂടുതൽ കിട്ടിയാൽ പോലെ നല്ലതല്ലേ? പോട്ടെ 20+ എന്നുള്ളൊരു ഫിഗർ തന്നെ വരുമ്പോഴത്തേനും ആവറേജ് ഒരു 800 ആൾട്ടോ 800 മൈലേജ് പോലും 15 to 20 ഇടയ്ക്കാണ് വരുന്നത്. കാരണം ഹൈബ്രിഡ് ടെക്നോളജി അത്രയും നല്ലതാണ്. കാരണം അതിനകത്ത് വില കൂടുതലുണ്ട് കേട്ടോ. അപ്പം മൈൽഡ് ഹൈബ്രിഡും ഉണ്ട്, ഹൈബ്രിഡുകളും ഉണ്ട്. അതിനകത്ത് ഹൈബ്രിഡുകളാകുമ്പോഴത്തേനും അതിനകത്തൊരു ബാറ്ററിയും കൂടെ ഉള്ളതുകൊണ്ട് പ്ലഗ്-ഇൻ ഹൈബ്രിഡ് ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതായത് നമ്മൾ ബാറ്ററിയും ഇതുപോലെ തന്നെ പ്ലഗ് വെച്ച് ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ആവശ്യം വരുമ്പോഴത്തേനും മറ്റേ ടാറ്റയുടെ ഗ്രാൻഡ് വിറ്റാര, ശരിക്കും ടൊയോട്ടയുടെ മാരുതിയുടെ വണ്ടികളെല്ലാം ഒന്ന് തന്നെയാണ്. അത് വേറെ കോമഡി നല്ലൊരു കാര്യം. ടാറ്റ നടന്നേ, സോറി, മാരുതി സുസുക്കിയുടെ ടൊയോട്ടയുടെ വണ്ടികൾ അവര് കൊളാബറേഷനാണ്. ശരിക്കും പറഞ്ഞാൽ അവര് കൊളാബറേഷൻ നടത്തിയേക്കുന്നതുകൊണ്ട് ഭയങ്കര വലിയ ഉപകാരം ഉണ്ടായിരിക്കുന്നത്. കാരണം ടൊയോട്ടയുടെ ഹൈബ്രിഡ് ടെക്നോളജി എല്ലാം മാരുതി സുസുക്കിക്ക് കൊടുക്കും. മാരുതി സുസുക്കിയുടെ നല്ല വണ്ടികളുടെ ആ ബോഡിയും സാധനങ്ങളെല്ലാം നേരെ ടൊയോട്ടയ്ക്കും കൊടുക്കും. ഇപ്പൊ രണ്ടുപേരും തമ്മിലായി കൊളാബറേഷൻ. പണ്ട് ഹീറോയും ഹോണ്ടയിൽ നിന്ന് ഹീറോ ഹോണ്ട ഉണ്ടായ പോലെ തന്നെ ഇപ്പൊ ടൊയോട്ടയും വരിക. പക്ഷെ രണ്ടുപേരും രണ്ട് പേരിൽ വണ്ടികൾ ഇറങ്ങുന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്ത് തരത്തിലാണ് അത്രയും മൈലേജ് എന്നുള്ള കാര്യം? അത്രയും ഞാൻ ശരിക്കും യൂസർ റിവ്യൂ ഒക്കെ കണ്ടതിൽ ആൾക്കാർ പറഞ്ഞെങ്ങനെയാണെന്നറിയാം. ടൗണില് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പയ്യെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ടൗണിൽ ചിലപ്പോൾ ഒരു 18 to 20, 22 കിട്ടും. ഹൈവേയിൽ ഇറങ്ങി ഇച്ചിരി നന്നായിട്ട് ഓടിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മൈലേജ് പയ്യെ താഴ്ന്നൊരു 15, 17 വരുന്നതാണ് ഞാൻ അറിയാം. അപ്പോ കാരണം ഇത് മറ്റേ റീജനറേഷൻ ബ്രേക്കിംഗ് വഴി കുറച്ചുകൂടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവം കൂടെയാണ്. അത് ബ്രേക്ക് പിടിക്കുമ്പോഴത്തേനും ബാറ്ററി തന്നെ കുറച്ചുകൂടെ ചാർജ് ആകും. അപ്പോൾ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഹൈവേയിൽ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. ഹൈവേയിൽ നമ്മൾ അങ്ങനെ ആയിരിക്കും ബ്രേക്ക് പിടിക്കുന്നൊന്നുമില്ല. ടൗണിലാണ് നമ്മൾ ബ്രേക്ക് പിടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് സെറ്റപ്പ്. ഈ പ്ലഗ്-ഇൻ ഹൈബ്രിഡിന്റെ കേസ് പറഞ്ഞില്ലേ, അതുള്ള വിഷയം എന്നാ അറിയും. ഒന്നാമത്തെ കാര്യം അവിടെ വലിയൊരു ബാറ്ററി പാക്ക് വേണം. ഇപ്പൊ നമ്മുടെ നെക്സോണിന്റെ തന്നെ എന്താ 30 കിലോവാട്ട് എങ്ങാണ്ടാ തോന്നുന്നു നമ്മുടെ വണ്ടിയുടെ ബാറ്ററി പാക്കിന്റെ. ഏറ്റവും ആദ്യത്തെ വണ്ടിയാണ്. അപ്പം വലിയ ബാറ്ററി പാക്കുള്ള വണ്ടിയുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ബാറ്ററി പാക്ക് എടുത്ത് വെക്കുമ്പോൾ തന്നെ വണ്ടിയുടെ വെയിറ്റ് കൂടും. വെയിറ്റ് കൂടുമ്പം അതും കൂടെ വലിക്കാനായിട്ടുള്ള ഒരു എനർജി വേണ്ട നമ്മൾ എഞ്ചിനിൽ നിന്ന് പുള്ളി ചെയ്യാൻ. പിന്നെ ബാറ്ററി ചാർജിങ്ങിന്റെ സംഭവം ചിലപ്പം സാഹചര്യം നല്ലതല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇടിവെട്ട് മഴയുണ്ട്, കറണ്ടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ സാധനം കുത്തി ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ പഴയ മൈലേജിലേക്ക് തന്നെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ നിലവിലുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെൽഫ് ചാർജിങ് ഹൈബ്രിഡ് സിസ്റ്റമാണ്. നമ്മൾ കുത്തിയിടേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് ഒരു ഫീസിബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം. റീസണബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂൽ എക്കോണമി നമുക്ക് കിട്ടും. റീസണബിൾ ആയിട്ടുള്ള ഫ്യൂൽ എക്കോണമി നമുക്ക് കിട്ടും. ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് കളയാലോ, എനിക്ക് കഴിയല്ല. പിന്നെ ചുമയൊക്കെ എന്തിനാ എഡിറ്റ് ചെയ്യണം? നമുക്ക് ഇടപോട്ടെ വേറെ കട്ടാ മതി. അപ്പൊ റീസണബിൾ ആയിട്ടുള്ള ഫ്യൂൽ എക്കോണമി നമുക്ക് കിട്ടും. സാധനം ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം വേറൊരു നമ്മുടെ എനിക്ക് തോന്നുന്നു ഹോണ്ട സിറ്റിക്ക് ഒരു ഹൈബ്രിഡ് വേർഷൻ ഉണ്ട്. അവരുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ സുസുക്കിയുടെ സിസ്റ്റത്തിന് എന്തോ വ്യത്യാസമുണ്ട്. അതായത് എൻജിൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വീൽസിലേക്ക് പവർ കൊടുത്ത് വീൽസ് ഡ്രൈവ് ചെയ്ത് വണ്ടി മുമ്പോട്ട് പോകുന്ന ഒരു സിസ്റ്റം അല്ലാന്ന് തോന്നുന്നു ഹോണ്ടയ്ക്കുള്ള. ഹോണ്ടയുടെ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇലക്ട്രിക്, അതായത് ബാറ്ററി മോട്ടർ ഉണ്ടല്ലോ, ആ ബാറ്ററിക്ക് വേണ്ട എനർജി നമ്മുടെ എഞ്ചിനിൽ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ആ ബാറ്ററിയിൽ നിന്നാണ് നേരെ എനർജി പോയി വണ്ടിയുടെ വീൽസിലേക്ക് പോയി ആ മോട്ടോഴ്സാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇവർ അവകാശപ്പെടുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ടിപ്പിക്കൽ ഹൈബ്രിഡ് സിസ്റ്റം ആണെങ്കിൽ ചിലപ്പം എഞ്ചിൻ ഡയറക്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യും, അല്ലെങ്കിൽ ബാറ്ററി യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യും. അപ്പൊ ആ എഞ്ചിനിൽ നിന്നുള്ള ടയർ ഇറങ്ങുന്നതിന്റെ എനർജിയിൽ നിന്ന് ആ ബാറ്ററി ചാർജ് ആകും. അപ്പൊ ആ ഒരു സെറ്റപ്പിൽ വരും. ഞാൻ ഈ സാധനം പണ്ടോട്ടേ ആലോചിച്ചിട്ടുള്ള കാര്യമായിരുന്നു. കാരണം നമ്മൾ സ്കൂളിൽ ഡൈനാമോ എന്ന് പറഞ്ഞ സാധനം പഠിച്ചപ്പോൾ തന്നെ ഡൈനാമോ എന്ന് പറഞ്ഞൊരു സാധനം കറങ്ങും. സാധനം കറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കറണ്ട് ഉണ്ടാവും. ഈ സെയിം സംഭവം തന്നെയാണ് പഴയ സൈക്കിളിനകത്തുള്ളത്. കാരണം സൈക്കിളിന്റെ ആ ഒരു ഡൈനാമോ തന്നെയല്ലേ പറയുന്നത്. ഡൈനാമോ ടയറിലേക്ക് ചേർത്ത് വെച്ച് കഴിയുമ്പോഴത്തേനും ടയർ കറങ്ങും. അന്നത്തേനും ഡൈനാമോ ഇറങ്ങും, കറണ്ട് ഉണ്ടാവും, ഫ്രണ്ടിലത്തെ ലൈറ്റ് തെളിയും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്കകത്ത് ഒരു ചെറിയ
ഒരു ബാറ്ററിയും കൂടെ വെച്ചിട്ട് ഈ സെയിം സെറ്റപ്പിലും കുടിച്ചാൽ പോരെ. കാരണം ടയർ എന്തായാലും കറങ്ങുന്നത് 4 ടയറാണ് കറങ്ങാനുള്ളത്. കാറുകൾക്കാണ് 4 ഉണ്ട്, ബൈക്കിനാണെന്നുണ്ട് 2 ഉണ്ട്, ലോറിക്കാണെന്നുണ്ട് 6 ഉണ്ട്, വലിയ ലോറിക്കാണെങ്കിൽ 8 ഉണ്ട്, 10 ഉണ്ട്, 12, 14, 16, 18, 20 ഉണ്ട്. 2 ഷോടാ, വേറെ ആരും തീർത്തൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ 4 ടയറിലേക്ക് ഓരോ ടൈനാണോ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ട് ചാർജ് ആയിക്കോളും. ആ ഒരു സംഭവമാണ് ഇപ്പൊ ശരിയൊരു ഡെവലപ്പ് അവര് ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പൊ നമുക്ക് ഡൈനാമോ വെക്കുന്ന ഒരു കമ്പനി തുടങ്ങാം അല്ലേ? സ്റ്റാർട്ടായി ഒരിക്കലും പ്രതീക്ഷയില്ല ഞങ്ങൾ കറങ്ങി ഇവിടെ വന്നെത്തുന്നത്. അപ്പൊ കാറുള്ള ഡൈനാമോ ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ ബൈ. ശരി.